നമസ്കാരം. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയിട്ട് ആദ്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആദ്യം പറയേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പണം അല്ലെങ്കിൽ ഒരു ധനം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാലഘട്ടം കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മളോ അഡ്മിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് കിടന്ന ശേഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാറുള്ളത്. ഇതിന് എഗൻസ്റ്റായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഒറ്റ മറുപടിയാണ് നമ്മളൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക എന്നുള്ളത്. ഈ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് എല്ലാ തരത്തിലും യോജിച്ചതാവണം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്ത ശേഷം വീണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരു കടക്കണിയിലേക്ക് പോകാൻ പാടില്ല ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരുടെയും ഫാമിലിക്ക് ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് ആവശ്യമായിട്ടുണ്ടാവുക. എന്നാലും പൊതുവായിട്ട് എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ പറയാറുള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട ഒരു കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പ്രീമിയം ആയിരിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്ഥലം വലിയ രീതിയിൽ ബാധകമാണ്. കാരണം നമ്മുടെ സ്ഥലത്ത് കവറേജുള്ള, നമ്മുടെ സ്ഥലത്ത് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളുള്ള ഇൻഷുറൻസ് പോളിസികളാണ് നമുക്ക് വേണ്ടത് എന്നിരിക്കെ ഏതെങ്കിലും നമ്മുടെ ഒരു പരിചയക്കാരൻ എടുത്ത ഒരു പോളിസി, ആ ഒരു പോളിസി തന്നെ ആവണം നമ്മുടെ നാട്ടിലുള്ള നല്ല പ്ലാൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ, നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം, ഇതൊക്കെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൻ്റെ പ്രീമിയത്തിനെ ബാധിക്കുന്നുണ്ടാവും. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ പ്രീമിയം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പോളിസി എടുക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നു. അതിനൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപ പ്രീമിയമായിരുന്നു കൂട്ടുക. വേറെ ഒരു വ്യക്തിയും 10 ലക്ഷം രൂപയുടെ തന്നെ പോളിസി എടുക്കുന്നു. അതിനൊരു 8,000 രൂപയാണ് പ്രീമിയം എന്ന് കൂട്ടുക. ഈ 8,000 രൂപയായ ഒരു പ്രീമിയം എടുത്ത വ്യക്തി ചിലപ്പോൾ ആ ഒരു 4,000 രൂപ അല്ലെങ്കിൽ ഒരു 2,000 രൂപ ഡിഫറൻസ് മാത്രം കണ്ടതുകൊണ്ടായിരിക്കും ആ ഒരു പോളിസി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി എന്താണ് ഇവർക്ക് വരുന്നൊരു പ്രശ്നമെന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ടുപേരും ഹോസ്പിറ്റലൈസ് ആയി. 10 ലക്ഷം രൂപ വരുന്ന ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപയുടെ തന്നെ ഒരു ക്ലെയിം വന്നു. മറ്റേ 10 ലക്ഷം രൂപ എടുത്ത ആൾക്കും മറ്റേ 10 ലക്ഷം രൂപയുടെ തന്നെ ക്ലെയിം വന്നു എന്നിരിക്കുക. ആദ്യത്തെ വ്യക്തിക്ക് ചിലപ്പോൾ ക്ലെയിമായിട്ട് 9,90,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമതെടുത്ത വ്യക്തിക്ക് ചിലപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ മാത്രമേ ക്ലെയിം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാശ് കയ്യിൽ നിന്ന് എടുത്ത് അടച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 6 ലക്ഷം രൂപയുടെ ഒരു സ്ട്രഗ്ലിംഗ് ഈ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ 2,000 രൂപ പ്രീമിയം നോക്കിയ ഒറ്റ കാരണം കൊണ്ടാണ്. സോ പ്രീമിയം നോക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇൻഷുറൻസ് കമ്പനി അല്ല നിങ്ങളെ പറ്റിച്ചിട്ടുള്ളത്, മറിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത പ്ലാനാണ് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അത് ക്യാഷ്ലെസ് ആണോ അല്ലയോ എന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം, ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങളുടെ നാട്ടിൽ ആ ഒരു പ്ലാൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഇതിൽ പല ആൾക്കാരും വിചാരിക്കും ക്യാഷ്ലെസ്സിന് വേണമെന്നുണ്ടോ, ഞാൻ റീഇംബേഴ്സ്മെൻറ്റ് എടുത്താൽ എന്താ പ്രശ്നം എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട്, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് വിഷയം വരിക എന്ന് വെച്ചാൽ, ഒരു സർജറി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ അസുഖത്തിൻ്റെ മുകളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 6-7 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചിലവ് വന്നു പോയാൽ നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് എടുത്ത് അടക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് എത്ര പേർക്ക് പറ്റും എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ക്യാഷ്ലെസ് നിങ്ങളെ വീടിനടുത്തുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. ഹോസ്പിറ്റലിൽ പോയാൽ ക്യാഷ്ലെസ് ആയിട്ട് പൈസ കൊടുക്കാതെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റണം. അല്ലെങ്കിൽ കൺസ്യൂമബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് പേഴ്സണൽ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഐറ്റംസിന് മാത്രം പേയ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങി വരാൻ പറ്റുന്ന തരത്തിലാണോ നിങ്ങളുടെ പോളിസി ഉള്ളത് എന്ന് ആദ്യം നോക്കുക. രണ്ടാമത്തെ കാര്യമാണ് കോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം. കോ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
കോപ്പേമെന്റ് എന്ന് പറഞ്ഞാൽ ചില ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്ന സമയത്ത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജും കമ്പനി, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജും എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം കോപ്പേമെന്റ് ഇല്ലാത്ത പോളിസികൾ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും കൊടുക്കേണ്ടാത്ത പോളിസികൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെർസെൻറ്റേജ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ 10% എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കേസ് വന്നാൽ 1 ലക്ഷം രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. സോ കോപേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്ലാൻ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണ് കവറേജിനെ പറ്റിയിട്ടുള്ള കാര്യം. ഈ കവറേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എത്ര രൂപയുടെ കവറേജ് ആണ് ഒരു മനുഷ്യന് ആവശ്യം എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ മിക്കവാറും ചിലപ്പോൾ പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് എടുക്കുന്ന പ്ലാൻ ഉണ്ടാവാം, ഇൻഡിവിജ്വൽ പ്ലാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോട്ടർ ഫാമിലിക്ക് വേണ്ടി എടുക്കുന്ന പ്ലാൻസ് ഉണ്ടാവാം. ഫാമിലി ആണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരുണ്ടാവും, ഒരു 20 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളുണ്ടാവും. ഈ 3 കാറ്റഗറിയാണ് പൊതുവെ ഫാമിലിയിൽ ഉണ്ടാവാറുള്ളത്. ഇവിടെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു വർഷം ഒരു 5 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡ് എങ്കിലും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഒരു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തത് 20ഉം 50ഉം വയസ്സിനിടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ എന്നുള്ള രീതിയിലും, 50 വർഷത്തിന് അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു 15 ലക്ഷം രൂപയെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ പറയും ഇത് വലിയ പ്ലാനായി പോകില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ ഹോസ്പിറ്റലിലൊരു ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോസ്പിറ്റലിൽ ഒരു അസുഖം വന്ന് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് നിങ്ങൾ ചെറിയ പ്രീമിയം കൂടുതൽ അടച്ചുകൊണ്ട് വലിയ ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ എടുക്കുന്നത് എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഈ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 20 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു എന്ന് കൂട്ടുക. ആ 20 ലക്ഷം രൂപ അയാൾ ഒരു എക്സാമ്പിളായിട്ട് അയാളുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു, ഒരു 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ഈ 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ 5 ലക്ഷം കഴിഞ്ഞ് ബാക്കി ഉണ്ടാകുന്ന 15 ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും ബാക്കി ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഫാമിലിക്കും കൂടി കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ വ്യക്തി അടക്കം 15 ലക്ഷം രൂപയുടെ ബാക്കിയാണ് കവറേജ് ഉണ്ടാവുക. പക്ഷേ റീസ്റ്റോറേഷൻ ഉള്ള പ്ലാൻസ് ആണെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു 5 ലക്ഷം രൂപ നമ്മളവിടെ വന്നു, ആ 5 ലക്ഷം രൂപയിൽ തന്നെ ആ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഒരു ഫില്ലാവുന്ന തരത്തിലാണ് റീസ്റ്റോറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ റീസ്റ്റോറേഷൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, റീസ്റ്റോറേഷൻ 2 തരത്തിലുണ്ട്, പാർഷ്യൽ ആൻഡ് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ഉണ്ട്. പാർഷ്യൽ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ പോളിസി നമ്മളെടുത്തു, 5 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു, 15 ലക്ഷം രൂപ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാൻ, ബാക്കി ഉണ്ടായിരുന്ന ഒരു പ്ലാൻ ഹോസ്പിറ്റലൈസേഷന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന നിമിഷം തന്നെ അത് വീണ്ടും 20 ലക്ഷത്തിലേക്ക് ഓട്ടോ ആയിട്ട് കയറി പോകുന്നു. ഇതാണ് പാർഷ്യൽ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇനി കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ഉണ്ട്. ഈ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്താ വെച്ചാൽ, ഒരു വ്യക്തി ഇപ്പോൾ ഇതേപോലെ തന്നെയുള്ള പ്ലാൻ ആയിരിക്കും, പക്ഷേ 5 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തു, യൂസ് ചെയ്തു, 15 ലക്ഷം രൂപ ബാക്കിയുണ്ട്, പിന്നെയും പല ആൾക്കാരെ ക്ലെയിം ചെയ്യുന്നു, അവസാനം ഒരു 1 ലക്ഷം രൂപയാണ് ബാക്കിയെന്ന് കൂട്ടുക. ആ 1 ലക്ഷം രൂപ അടുത്തൊരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിച്ചു, ആ 1 ലക്ഷം രൂപയ്ക്ക് വരെ 2 ലക്ഷം രൂപയുടെ ബില്ല് വന്നാൽ ഈ കസ്റ്റമർ 1 ലക്ഷം രൂപ ഇവിടെ ഓൾറെഡി ഇൻഷുറൻസ് കവറേജ് കവേർഡായി, ബാക്കിയുള്ള 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്ത് അടക്കേണ്ടി വരും. അതിനുശേഷമാണ് വീണ്ടും ഒരു കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും 20 ലക്ഷത്തിലേക്ക് കയറി പോകുന്നുണ്ടാവുക. അങ്ങനെയുള്ള പ്ലാൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാർഷ്യൽ റീസ്റ്റോറേഷൻ തന്നെ പ്ലാൻ ചെയ്യുക. കാരണം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ഫീച്ചറാണ് സബ്ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ സബ്ലിമിറ്റ് എന്ന് പറയുമ്പോൾ ചില അസുഖങ്ങൾക്ക്, അതായത് അവർ തന്നെ ഒരു പെർട്ടിക്കുലറി ചില അസുഖങ്ങൾ പറയുന്നുണ്ടാവും, ഈ അസുഖങ്ങൾക്ക് മാക്സിമം കവറേജ് ഇത്രയേ കൊടുക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള പോളിസികളുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ, ഒരാൾ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു, പക്ഷേ ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ വരെ തരുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് സബ്ലിമിറ്റിൽ ഉണ്ടാവുക. നമ്മൾ ആ പോളിസി വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഫീച്ചറുകൾ. ഈ ഫീച്ചറിൽ ഏറ്റവും കൂടുതൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനതിൽ ഉദ്ദേശിച്ച ഒറ്റൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ ഫീച്ചർ നമ്മൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് റൂം റെൻറ്റുകൾ പലപ്പോഴും പല ആൾക്കാരും നോക്കാറുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തൊരു വ്യക്തി 1% അല്ലെങ്കിൽ 2%ഒക്കെയാണ് പലപ്പോഴും റൂം റെൻ്റ് ഉണ്ടാവുക. ചില പോളിസികൾക്ക് റൂം റെൻറ്റിൽ യാതൊരു തരത്തിലുള്ള ലിമിറ്റും ഉണ്ടാവില്ല.
ഒരു എക്സാമ്പിളായിട്ട് ഒരാളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നു, അതിനൊരു 1% ആണ് അതിൻ്റെ റൂം റെൻറ്റ്, ഡെയിലി റെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ 10,000 രൂപയാണ് അതിൻ്റെ റൂം റെൻറ്റിന് മാക്സിമം ഉണ്ടാവുക. ഫോർ എൻ എക്സാമ്പിൾ, ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കുക, നല്ല രീതിയിലുള്ള റൂമുകളും അല്ലെങ്കിൽ ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലൊക്കെ ഇന്ന് ലോകം മാറിയപ്പോൾ, ഹോസ്പിറ്റലുകളും അതിൻ്റെ കൂടെ തന്നെ മാറിയപ്പോൾ നമുക്ക് 10,000 മുകളിലൊക്കെയുള്ള നല്ല റൂമുകൾ ഇന്ന് ഹോസ്പിറ്റലുകൾ അവൈലബിൾ ആണ്. അവിടെ വരുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഇൻ കേസ് അതിപ്പോൾ 10,000 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റൂം കിട്ടും, നിങ്ങളൊരു 5.5 ആണെന്ന് കൂട്ടുക, 5,000 രൂപയുടെ റൂം. നമ്മൾ ഉപയോഗിക്കുന്ന 10,000 രൂപയുടെ റൂമാണെന്ന് ഇരിക്കട്ടെ, നമ്മൾ വിചാരിക്കുകയാണ് 5,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു പ്രശ്നം വരാനുണ്ട്. ഈ ഫീച്ചറിൽ വരുന്നൊരു റിസ്ക് എവിടെയാണെന്ന് വെച്ചാൽ, നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്ന എക്സ്പെൻസും ഇതേ കണക്കിലാണ് ഇൻഷുറൻസ് കമ്പനി കണക്ക് കൂടുന്നുണ്ടാവുക. ഫോർ ആൻ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, നിങ്ങൾ 5,000 രൂപയുടെ റൂമിലാണ് നിങ്ങൾ താമസിക്കേണ്ടതായിരുന്നെങ്കിൽ നിങ്ങളൊരു 10,000 രൂപയുടെ റൂം ഓപ്റ്റ് ചെയ്തു, നിങ്ങൾക്കൊരു 3 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാണ് സാധാരണയായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം വരാൻ സാധ്യതയുള്ളത്, ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ള കാശ് ആ റൂം റെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിലയുള്ള റൂം ഉപയോഗിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് ഇൻഷുറൻസ് കമ്പനി അങ്ങനെയുള്ളൊരു പെർസെപ്ഷനിലാണ് കണക്ക് കൂട്ടുന്നുണ്ടാവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് വളരെ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. ഈ വെയിറ്റിംഗ് പീരീഡിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, പലപ്പോഴും ചില അസുഖങ്ങൾക്ക് ഇത്ര കാലം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഫോർ എൻ എക്സാമ്പിൾ, PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാലേ നമ്മൾ കവറേജ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ്, അല്ലെങ്കിൽ ഹെർണിയ, അല്ലെങ്കിൽ ഫിസ്റ്റുല, പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്കുള്ള സർജറി ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞാലേ കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ടെൻഷനാണ്. കാരണം അങ്ങനെ നടന്നുകൂടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് ചില ആൾക്കാർ കമ്പനീനെ പറ്റിക്കുന്ന രീതിയിൽ പോലും ചെയ്തേക്കാം. കാരണം അസുഖം മനസ്സിലാക്കിയ ശേഷം പോയിട്ട് പോളിസി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് നടന്നില്ലെങ്കിലോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, വെയിറ്റിംഗ് പീരീഡ് ഇൻഷുറൻസ് കമ്പനിയുടെ സർവൈവലാണ്. നമ്മളൊരു അസുഖം വന്ന ശേഷം ആ അസുഖത്തിന് വേണ്ടിയിട്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇൻഷുറൻസ് പോളിസി എടുത്താൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നാളെ ചേർന്നേക്കാം. കാരണം കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. സോ വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞ പോളിസികൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെയിറ്റിംഗ് പീരീഡ് കുറക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ റൈഡർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ വേറെ ഒന്നും അതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. ഇനി ചില പോളിസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 വർഷത്തേക്കുള്ള പ്രീമിയം ഒരുമിച്ചടക്കാൻ തയ്യാറാവുന്ന കസ്റ്റമേഴ്സിന് വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ചിലപ്പോൾ റിലാക്സേഷൻ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം നമ്മുടെ മെറ്റേണിറ്റി കവറേജ് ആണ്. മെറ്റേണിറ്റി കവറേജിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും ഇത് ആവശ്യം ഉണ്ടാവണം നിർബന്ധമില്ല, അല്ലേ? ഒരു ഫാമിലി, ആ ഫാമിലിയിൽ എല്ലാവരും ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആ പോളിസി ഉണ്ടാവണമെന്നില്ല. ഫോർ എൻ എക്സാമ്പിൾ, അവർക്ക് ആവശ്യം വേറെ പലതരത്തിലുള്ള ഫീച്ചേഴ്സുള്ള പോളിസികളായിരിക്കാം. അങ്ങനെയാണ് ആ പോളിസി ചൂസ് ചെയ്യുക. ഇനി മെറ്റേണിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡേ 1 മുതൽ കുട്ടിയെ കൂടി കവറേജ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസി മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വലിയൊരു റിസ്ക് അവിടെ വരാനുണ്ട്. കാരണം കുട്ടി ജനിച്ച ശേഷം ചിലപ്പോൾ 90 ഡേയ്സ് ഒക്കെയാണ് പല കമ്പനികളും കൊടുക്കുന്ന ടൈം. അതായത് 90 ദിവസത്തിന് ശേഷം മാത്രമേ കുട്ടിക്ക് കവറേജ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രശ്നം പല പോളിസികളിലും ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. കാരണം കുട്ടി ജനിച്ച് ഉടനെ തന്നെ നമുക്കിന്ന് അറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളോടുകൂടിയാണ് ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും സംഭവിച്ചാൽ സാമ്പത്തികമായി നമുക്കുള്ള തകർച്ചയെ ഒഴിവാക്കാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് പറ്റും. സോ കുട്ടിക്ക് കൂടി കവറേജ്, കുട്ടി അമ്മയുടെ വയറ്റിൽ നിൽക്കുമ്പോൾ തന്നെയുള്ള ഒരു കവറേജ് കൊടുക്കുന്ന പോളിസികളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനൊക്കെ കുറച്ച് പ്രീമിയം കൂടുതൽ കൊടുത്താലും ഈ പറയുന്ന ആവശ്യമുള്ള വ്യക്തികൾ ഒരു കാരണവശാലും അത് ഉപേക്ഷ വിചാരിക്കാതെ പോളിസി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. നമ്മൾ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഈ ഒരു പറയുന്ന കാര്യം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രോഗം വന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആ ഹോസ്പിറ്റലൈസ്ഡ് ആയ ശേഷം നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആവും. പിന്നെയും നമുക്ക് തുടർ ചികിത്സയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും.
ചിലപ്പോൾ ഒരു സർജറിയാണ്, ആ സർജറിക്ക് മുന്നേ കുറേ ടെസ്റ്റുകളും കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലൈസേഷന് 60 ദിവസം മുന്നേ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 60 ദിവസം മുന്നേയും ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ ശേഷം ഡിസ്ചാർജിന് ശേഷമുള്ള 60 ദിവസം കൂടിയൊക്കെ കൊടുക്കുന്ന പ്ലാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ 90 ദിവസവും 180 ദിവസം വരെ കൊടുക്കുന്ന പ്ലാൻസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന അല്ലെങ്കിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ഡോമിസിലിറ്റി കവറേജ് എന്ന് പറയുന്നത്. ഡോമിസിലിറ്റി കെയർ പലപ്പോഴും പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഡോമിസിലിറ്റി എന്ന് പറയുമ്പോൾ പല പേഷ്യൻസിനും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അവർ കിടപ്പ് രോഗികളായിരിക്കും, അവർക്ക് വീട്ടിലിരുന്നാണ് കെയർ വേണ്ടി വരിക. പ്രത്യേകിച്ച് പ്രായമായ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ പലപ്പോഴും ഇത് ആവശ്യമായിരിക്കും. സോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് എന്താ പറയുക, കവറേജ് കൊടുക്കുന്ന തരത്തിലുള്ള പ്ലാൻസ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് നോക്കുക. ചെറിയ ഫാമിലിയാണ്, വലിയ പ്രായമില്ലാത്തവരൊക്കെയുള്ള ചെറിയൊരു എന്താ പറയുക ഒരു അണുകുടുംബമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കവറേജ് ഒന്നും വേണം നിർബന്ധമില്ല. പക്ഷേ എടുത്തു വെക്കുന്ന എപ്പോഴും നല്ലതാണ്. എന്നാൽ പോലും പ്രായമുള്ളവരൊക്കെ ഈ പറയുന്ന പ്ലാനും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ടോപ്പപ്പ്, സൂപ്പർ ടോപ്പപ്പ് പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് അടുത്തൊരു കാര്യമാണ് ടോപ്പപ്പ് ആൻഡ് സൂപ്പർ ടോപ്പപ്പ്. ഈ ടോപ്പപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോപ്പപ്പിൽ നമ്മൾ അറിയാത്ത ഒരു സംഭവം ഒളിഞ്ഞു കിടക്കേണ്ട, അതിൻ്റെ പേരാണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. ഡിഡക്റ്റബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ പോളിസി എടുക്കാൻ നോക്കുന്ന സമയത്താണ് നമുക്ക് പൊതുവെ ടോപ്പപ്പ് ഓപ്ഷൻ ഉണ്ടാവുക. ഈ ടോപ്പപ്പ് ഓപ്ഷനും സൂപ്പർ ടോപ്പപ്പ് ഓപ്ഷനും നമുക്ക് പലപ്പോഴും കാണാം. ഒരു എക്സാമ്പിളായിട്ട് ഒരാളൊരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നു. 8 ലക്ഷം രൂപ അയാൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ഫോർ എൻ എക്സാമ്പിൾ അയാൾ ഓട്ടോ റീസ്റ്റോറേഷൻ ഇല്ലാത്ത ഒരു പോളിസിയാണ് എടുത്തതെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും കൂടി അയാൾക്ക് വരികയാണ്. അയാൾക്ക് ഒരു 3 ലക്ഷം രൂപയും കൂടി എക്സ്പെൻസ് വന്നു, 2 ലക്ഷം ബാക്കിയുണ്ട്. 1 ലക്ഷം രൂപ ഈ വ്യക്തി ടോപ്പപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ ടോപ്പപ്പും കൂടി ഉണ്ടല്ലോ, അതായത് ഈ ഒരു അടവിന് ബാക്കി, അതായത് നിലവിലുള്ള ഇൻഷുറൻസ് കവറേജിന് മുകളിലുള്ള ഒരു കവറേജാണ് ഈ ടോപ്പപ്പിൽ എടുക്കുന്നുണ്ടാവുക. ഒരു 10-20 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കാൻ ചെറിയ പൈസയെ വേണ്ടി വരുള്ളൂ. ആ പൈസ കൂടി കൊടുക്കുന്ന വ്യക്തി ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ 2 ലക്ഷം രൂപ എവിടെ കൊടുത്തു, ബാക്കി 1 ലക്ഷം രൂപ ഈ ടോപ്പപ്പിലും കൂടി കവറേജ് ആയേക്കാം. അങ്ങനെ ആവില്ല. ഡിഡക്റ്റബിൾ എത്രയാ നോക്കുക. ഈ ഡിഡക്റ്റബിൾ ചിലപ്പോൾ സാധാരണയായിട്ട് 4-5 ലക്ഷം രൂപയിലൊക്കെയാണ് പല കമ്പനികളുടെയും ഡിഡക്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഡിഡക്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഡിഡക്റ്റബിളിന് മുകളിൽ വരുന്ന തുകക്ക് മാത്രമേ ഈ പറയുന്ന കവറേജ് ടോപ്പപ്പിൽ കൊടുക്കുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 2 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻഷുറൻസിൽ ബാക്കിയുള്ളത്, 3 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ ബാക്കി ഉണ്ടാവുക. അത് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണോ ടോപ്പപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടാവുക. ഇവിടെ 5 ലക്ഷം രൂപയാണ് ഡിഡക്റ്റബിൾ എങ്കിൽ 3 ലക്ഷം രൂപയുടെ ബില്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ 3 ലക്ഷം കവറേജ് വരില്ല. അപ്പോൾ 1 ലക്ഷം രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് എടുത്ത് അടക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്യുമ്പോൾ ഡിഡക്റ്റബിൾ എത്രയാ നോക്കുക. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ടോപ്പപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജിന് പരിരക്ഷയ്ക്ക് മുകളിൽ എന്തെങ്കിലും ഒരു ക്ലെയിം സംഭവിച്ചാൽ ഈ പറയുന്ന സൂപ്പർ ടോപ്പപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അവിടെ ഡിഡക്റ്റബിളിൻ്റെ ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കവറേജിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ നമുക്കിപ്പോൾ അറിയാം, ഒരു സർജറി വരികയാണ്. ഡേ കെയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു സർജറി വരികയാണ്. ആ സർജറി പക്ഷേ നമുക്ക് നോർമലി ഇപ്പോൾ ഇന്ത്യയിലെ പോളിസികളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ വേണമെന്നൊക്കെയാണ് പറയാറുള്ളത് പല കമ്പനികളും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിന് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരണം നിർബന്ധമില്ല. പക്ഷേ ചിലവ് ചിലപ്പോൾ 2-3 ലക്ഷം രൂപ. രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാൻ പറ്റുന്ന സർജറീസൊക്കെ, ഇപ്പോൾ ലാപ്രോസ്കോപ്പിക്കൊക്കെ ആയിട്ട് ഒരുപാട് സർജറീസൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള സർജറിയിലാണെങ്കിൽ ബില്ല് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ ഈ പറയുന്ന ഗുണം നമുക്ക് കിട്ടുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റും കൂടി നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കൺസ്യൂമബിൾസ്. ഈ കൺസ്യൂമബിൾസിലാണ് പല ആൾക്കാർക്കും ഡൗട്ട് വരുന്നത്. കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കൺസ്യൂമബിളും കവേർഡ് ആണോ? എല്ലാ തരത്തിലും കവേർഡ് കൊടുക്കില്ല പൊതുവേ. അങ്ങനെയാണെങ്കിലും മാക്സിമം എത്രത്തോളം കവറേജ് കൊടുക്കുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ സർജറി അല്ലെങ്കിൽ ICUലൊക്കെ നിൽക്കുന്ന പേഷ്യൻസിനാണ് കൂടുതലായിട്ട് വേണ്ടി വരിക. ഡോക്ടർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് മുതൽ നമ്മുടെ കൺസ്യൂമബിൾ സ്റ്റാർട്ട് ചെയ്യും. വൺ ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറുടെ PPE കിറ്റ് പോലെയുള്ള സംഭവങ്ങൾ, ഗ്ലൗസ്, സർജിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കൺസ്യൂമബിളിലാണ് പെടുക.
ഈവൻ പേഷ്യൻറ്റിന് വിരിക്കുന്ന ബെഡ്ഷീറ്റ് പോലും കൺസ്യൂമബിൾ ആണ്. അപ്പോൾ പേഴ്സണൽ കെയറിൽ വരുന്ന സാധനങ്ങളിൽ പൊതുവെ കൺസ്യൂമബിൾ പെടാറില്ല, പക്ഷേ അത് ചെറിയ പൈസയേ ഉണ്ടാവുള്ളൂ. സോ കൺസ്യൂമബിൾ മാക്സിമം കവറേജ് ചെയ്യുന്ന പോളിസികൾക്ക് ചിലപ്പോൾ പ്രീമിയം കുറച്ച് കൂടേണ്ടി വന്നേക്കാം. ആ പ്രീമിയത്തിൻ്റെ വർധനവ് നോക്കേണ്ട കാര്യമില്ല എന്നാണ് പേഴ്സണലി പറയാനുള്ളത്. ഒരു 1000 രൂപ നമ്മൾ അധികം അടക്കുന്നത് പോലും വിഷയമല്ല. കാരണം കൺസ്യൂമബിൾ നമുക്ക് മാക്സിമം കവറേജ് ചെയ്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു 10 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഒക്കെ വരുമ്പോൾ കൺസ്യൂമബിൾ ചിലപ്പോൾ 1 ലക്ഷം രൂപ വന്നാൽ ആ 1 ലക്ഷം രൂപ കൂടി കവറേജ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ കൊണ്ട് പറ്റും. ഇതിനൊക്കെ ചെറിയ തരത്തിലുള്ള വേവേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം മാത്രമേ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം വലിയൊരു പ്രീമിയമൊക്കെ വന്നേക്കാം. പക്ഷേ എന്തിനു വേണ്ടിയാണ് എടുക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുക. ചെറിയ പൈസ കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ് നമ്മൾ മാറ്റിയിട്ട് കുറച്ച് പ്രീമിയം കൂടുതൽ, വലിയ പ്രീമിയം ഒന്നും ആയിരിക്കില്ല, വളരെ ചിലപ്പോൾ ഒരു 3000-2500 രൂപയൊക്കെ മാക്സിമം മാറാൻ ഒരു വ്യക്തിക്ക് സാധ്യതയുള്ളൂ. ഇതിനുള്ളിൽ എല്ലാ കവറേജും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ 2500 രൂപ ഒരു നഷ്ടമല്ല, അത് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക.